ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിളാ, പക്ഷേ ആളിപ്പോഴും സെഡേഷനില്ല. മൊഴിയെടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നില്ല. ഓ, പേഷ്യന്റ് കോൺഷ്യസിലായി. അല്പം റെസ്റ്റ് എടുക്കട്ടെ. പൂർണ്ണമായും നോർമാലിറ്റിയിൽ എത്തിയിട്ട് മതി പോലീസിന്റെ മൊഴിയെടുപ്പും മറ്റു ഫോർമാലിറ്റീസും ഒക്കെ. ആ ശരി ഡോക്ടർ. ഓക്കെ. നിങ്ങളിൽ ഒരാൾ ഇവിടെ കാണണം. വിവരങ്ങൾ അറിയാൻ ഞാൻ വിളിക്കും. പേഷ്യന്റിന്റെ അവസ്ഥ നിങ്ങളും കണ്ടതാണല്ലോ. കേസ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അമ്പാടിയിൽ നിന്നും ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്കൊരല്പം കൂടി വെയിറ്റ് ചെയ്യാം. എന്താ? ശരി സർ. നിങ്ങൾക്ക് രണ്ട് കാര്യത്തിൽ സമാധാനിക്കാം. ഒന്ന്, അമ്പാടിയെ ട്രീറ്റ്മെന്റിനായി കേരളത്തിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. രണ്ട്, ഈ കേസിന് പിന്നിലെ ഉള്ളുകള്ളികൾ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അതിനായി ഏതറ്റം വരെ പോവാനും ഞാൻ ഒരുക്കുക. യു ക്യാൻ ട്രസ്റ്റ് മീ. അറിയാം സർ. സാറിനെ കുറിച്ച് ജാഫർ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അഞ്ജലി വക്കീലിന്റെ വീരസാഹസിക കഥകളെക്കുറിച്ച് ജാഫർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലുള്ള തന്റെ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താൻ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് നിന്നൊരു പിടി പിടിക്കാന്നേ. അമ്പാടിയും പത്മയും ഈ ഗതിയിലാക്കിയവരെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ശത്രുക്കൾക്ക് മുന്നിൽ തെളിയിക്കണം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന്റെ വില എന്താണെന്ന്. Sure, sir. And thank you for the support. You are welcome. ആ പിന്നെ ഇയാളുടെ ബന്ധുക്കളെ വിവരം അറിയിക്കണ്ടേ? അല്ല, അത് പിന്നെ സർ ഞാൻ അറിയിച്ചോളാം സർ. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് അമ്പാടി. ഫാമിലി ഫ്രണ്ട്സ്. ഓക്കെ ദെൻ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. Sir. Sir. പത്മ ബോഡി മോർച്ചറിയിലുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ വിട്ടുകിട്ടും. പക്ഷേ ആളിനെ കാണാൻ ശ്രമിക്കണ്ട. ആകെ കൂടി തുന്നിക്കെട്ടിയ അവസ്ഥയിലാവും ബോഡി.